അത് വണ്ടി സ്റ്റാർട്ടാവണില്ലേ? അത് ഇങ്ങനെ നടുറോട്ടിൽ നിന്ന് സ്വപ്നം കണ്ടല്ലേ വല്ല വണ്ടിയും വന്ന് കയറും. അല്ല അത് സ്റ്റാർട്ടാവണില്ല. എന്തെങ്കിലും ഒന്ന് താക്കോലൊന്ന് കൊടുത്തു നോക്കും. താക്കോൽ ഓഫ് അല്ലേ അത്? അല്ലല്ല അത് ആയപ്പോൾ അങ്ങനെ ആയതാ. ഇതിനൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. സ്റ്റാർട്ടാവുന്നില്ല കണ്ടോ? നോക്കട്ടെ. ഞാൻ പണ്ട് വർഷാപ്പ് മേസ്ത്രിയായിരുന്നു. കണ്ടില്ലേ? സ്റ്റാർട്ടായി. എന്താണെന്ന് അറിയില്ല. ശരി. ശരി. എന്താ പറ്റി? എന്ത് പറ്റി? അല്ല ഞാൻ ഇവിടെ ഈ മറ്റേ ശ്രീധരമേനോന്റെ വീട് അന്വേഷിച്ചു വന്ന. ശ്രീധരമേനോ? ഏത് ശ്രീധരമേനോ? ഈ മറ്റേ 35ാമത്തെ വീട്ടിൽ 30 വീടേ ഉള്ളൂ. പിന്നെ എങ്ങനെ? അയ്യോ, അപ്പൊ ഇത് ഏത് നഗറാ? ഇത് ചിത്രനഗർ. ഞാൻ ചിത്രാഞ്ജലി നഗറാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ശരി എന്നാ. എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അത് പിന്നെ ഞാൻ ഇതിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ശരി കാണാം. ശരി. ജംഗ്ഷനിൽ അവിടെയാണ്. അവിടെ കംപ്ലൈന്റ് ഉണ്ടാവോ? ഇത് കഴിഞ്ഞിട്ട് പോവാ. ഇത് കഴിഞ്ഞിട്ട് പോവാ. എന്നാ പിന്നെ നമ്പർ എഴുതി തന്നെയാണ്. ഇതാണ് നമ്പർ എഴുതി തന്നെ. ഈ പോസ്റ്റിന്റെ ആണ്. അല്ല അമ്മാവനല്ലേ നിൽക്കണ ആ പാൻ്റൊക്കെ ഇട്ട്? അതെന്താ അത്? എന്ത് ഇയാൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ? അതേ അടുത്തുള്ള കുറെ അലവലാതി കൂട്ടുകാരെ കൂടെയാണ് ഇപ്പൊ കമ്പനി. അവന്മാരൊക്കെ ഇപ്പൊ കൂടി കോലം കെട്ടിച്ച് കാണും. നിങ്ങളെന്താ ഇവിടെ? ഇതല്ലേ ഞങ്ങളുടെ പണി. അല്ല അമ്മാവനെന്താ ഇവിടെ? അല്ല ഞാനൊരു കൂട്ടുകാരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ കാത്ത്. അല്ല എന്താ പറ്റി പാൻ്റൊക്കെ ഇട്ടിട്ട്? അത് ഞാൻ അവന്റെ കൂടെ മറ്റേ ബോംബെ വരെ ഒന്ന് പോണം. എവിടേക്ക്? ബോംബെക്ക് ഒന്ന് പോണം, ഒരു കച്ചവടത്തിന്റെ കാര്യത്തില്. ബോംബിന്റെ കച്ചവടമാണോ? അതല്ല. അപ്പൊ അവൻ വരാന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ കൂടെ അങ്ങോട്ട് പോവാലോ. തണലൊക്കെ ആണല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാണ് നിന്നതാ. ശരി. എന്നാ നിങ്ങൾ പോയിക്കോ, ഞാനാവും വന്നിട്ട് അങ്ങോട്ട് പൊക്കോളാം. അല്ല ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. ഇവിടെ പണി ഇതുമ്പിലോ? അവിടെയാണ് ഇത് ചാരേണ്ടത്. അമ്മാവ് നിന്നുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ കാര്യന്നുള്ളൂ. അതെ, നിങ്ങൾ മാറി. അതെ അമ്മ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറയട്ടാ. അല്ല നാളെ തന്നെ പൊക്കോ. അല്ല അത് പറ്റില്ല, കുറച്ച് ദിവസം ഒരു തിരക്കുണ്ട്. അതാ ഞാനും ഇന്നലെ വിളിച്ചു, അപ്പൊ ഫോൺ എടുത്തില്ല. അതെന്താന്നറിയാ, ഫോണിനെ അത് എന്താ അറിയില്ല, അത് കേടുവന്നിരിക്കുന്നത്. അല്ല വണ്ടി എന്തേ? വണ്ടി വർക്ക്ഷോപ്പിലാണ്. അതിന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായത് നേരാക്കാൻ. പിന്നെ ഞാൻ 2 ദിവസം ബോംബെ പോവാണല്ലോ. അപ്പൊ അത് അതിൻ്റെ ഉള്ളിൽ നേരാക്കാന്ന് കരുതി. എത്ര നേരം പിടിക്കും? ഇത് കുറച്ച് സമയം പിടിക്കും. അത് നോക്കണം അമ്മാവ്, അത് കയറി എന്താണെന്നേ. അതല്ലേ, കാര്യം ചെയ്യാ, ഞാൻ ടൗണിൽ പോയിക്കാ. അയാളെത്തിയ ടൗണിലേക്കാണല്ലോ വരിക. അപ്പൊ അതിലെ കയറി പൊക്കോളാം. അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, പിന്നെ അവിടെ ഒരാളെ കാണും വേണം. അമ്മ ടൗണിൽ നിൽക്കണ്ട, വേണേ ആ പോസ്റ്റിന്റെ ചോട്ടിൽ നിന്ന് അവിടെ തണലുണ്ടല്ലോ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൂടാ. ഇല്ലെന്ന് ഇത് നന്നായി കഴിഞ്ഞിട്ട് വന്ന് നിന്നോ. വേണ്ട വേണ്ട, ഞാൻ അവിടുന്ന് പൊക്കോളാം. ഇവന്റെ ശരി. ആ ആയിക്കോട്ടെ. എറടാ നിങ്ങള് എന്താ നീ കിടന്ന് തപ്പണ്? കനക ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണിത്? എന്തോ ഒരു വൈക്ലഭ്യം മണക്കണ്ടാ. ആ ജീൻസ് മേടിച്ചിട്ടേക്കണേ, പിടിച്ചേ. ആ ഇടക്കിടക്ക് വെറ്റില തിന്ന ഇടിച്ചിടിച്ച് എടുക്കണം. പത്രം തുറന്ന പെൺപണി ഇപ്പം പീഡനം. ഈ പത്രക്കാർക്ക് വേറെ ഒരു പണിയില്ല. ഹലോ, കരങ്ങനാണ് ആരാ? ആ എന്താ അങ്കിൾ? ആ ഉവ് അതെ, അന്ന് അങ്കിള് പറഞ്ഞതിന് ശേഷം ഞാൻ അമ്മാവനോട് പറഞ്ഞിരുന്നു. വീണ്ടും വിളിക്കുന്നുണ്ടല്ലേ? ആ ആ ശരി, ഞാൻ പറഞ്ഞോളാം. ആ ഇനി ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം അങ്കിൾ. ആ ഓക്കെ സാർ, ഓക്കെ ശരി. അമ്മ ഒന്നിടന്നേ. ഒറ്റ വിളിക്ക് അങ്ങ് വരണോ അവന്? അതെ, ഞാൻ അങ്ങനെ പോയിട്ട് വല്ലതും ചെയ്യും കേട്ടാ. ആരെ? നിങ്ങളുടെ ആങ്ങളെ അഴകേശമ്മാവനെ. എന്തിനാ? അല്ല, എന്താ അങ്ങേരുടെ വിചാരം? ചെറിയ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇത് ഈ മൂത്ത് നരച്ചിട്ടാണ് അയാളുടെ റൂട്ടുക്കത്തെ പ്രേമം. നീ കാര്യം പറ. അമ്മ അന്ന് പെണ്ണന്വേഷിച്ചു പോയില്ല അമ്മാവയ്ക്ക്? പോയി. അത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ വന്നില്ലേ? വേണ്ടാന്ന് വെച്ചില്ലേ? വേണ്ടാന്ന് വെച്ച കേസ് ഇപ്പോഴെന്തിനാണ് ഈ അമ്മാവൻ ആ പെണ്ണിനെ ഫോൺ ചെയ്യണത്? അവൻ ഫോൺ ചെയ്യുന്നു, അവൻ അങ്ങനെ ചെയ്യുന്നവനല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവനല്ല. ആ പെണ്ണിന്റെ തന്ത 2-3 പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞാണ്. അത് അമ്മയോട് ഞാനത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അമ്മാവനോട് പറഞ്ഞു, മേലത് ചെയ്യരുത്, അത് മോശമാണ്, തറവാടിന് മോശം ചീത്തപ്പേരാണ്, ഇതൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇപ്പൊ രണ്ടാമത് വീണ്ടും വിളിച്ചിരിക്കുകയാണ് ഇയാള്. അല്ലാതെ ചിലപ്പോ അങ്ങനെ ആള് തെറ്റിപ്പോയതായിരിക്കും. ആള് തെറ്റിയാവുന്നല്ല, ആ പെണ്ണിന്റെ തന്ത എപ്പോ വിളിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അവൻ തന്നെ തീർത്ത് പറഞ്ഞു. അങ്ങേരന്നെ അല്ലാതെ വേറെ ആരുമല്ല, അവിടെ പോയ ആള് ഇങ്ങേരല്ലേ. എടാ, അങ്ങേർക്ക് ആള് തെറ്റിയതാണ്, അല്ലാതെ അവൻ അങ്ങനെ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോണവനല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മയോട്. പറ. അമ്മാവനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം പറയണം. അതല്ലെങ്കിൽ ഞാൻ പോയി പറയും. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എനിക്കെന്നെ പിടിച്ചാൽ കിട്ടില്ല. അതാ പറയണത്. നീ ഒന്ന് സമാധാനപ്പെട്. അത് കാര്യമായിട്ട് പറഞ്ഞ് വിലക്കിയാൽ പോരെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നീ കിടന്ന് ചാടുന്നത് തോന്നിന്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ അവനോട് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് നാണക്കേടാ അതൊന്നും. പിന്നെ ആര് ചോദിക്കുന്നത്? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ആവശ്യമില്ലാതെ അവൻ്റെ അടുത്ത് എന്ന് വല്ലതും പറഞ്ഞ് അവന് മാനസിക വിഷമം ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടമില്ല. ചിലപ്പോൾ അവൻ അമ്മ മാനസിക വിഷമം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഒന്നുമില്ല. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ജോഗ്രഫി പഠിപ്പിച്ചല്ലോ. അമ്മ അമ്മ അടുക്കളയെല്ലാം കാണുക. തങ്കം ഒന്നേ ക്ലീറ്റോ ഒന്ന് ഇളക്കി കിട്ടാ. അതെ, ക്ലീറ്റോ വിളി. ക്ലീറ്റോ അതങ്ങ് ഓഫ് ചെയ്തിട്ട് ഇങ്ങ് വരുവോ? എന്താടാ അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ഇത് കേട്ട് ആരും ഞെട്ടരുത്. കാര്യം പറയുക. നമ്മുടെ അമ്മാവന് ചെറിയൊരു അപകടം പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? ഞാൻ എന്തോരം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. പൊട്ട വണ്ടിയിൽ കയറി നടക്കല്ലേ നീ ഒന്ന് മിണ്ടാണ്ട് നിൽക്കില്ല തങ്കം. പോയി കാണാവാ. ഈ അമ്മാവനെ കാണണം. കഴിഞ്ഞ നിർത്ത്. നീ ആദ്യം നിർത്തണേ. ഇത് കാര്യം പറയുന്നതിന് മുമ്പ് നീ കരയുന്നതിനാണ്. പറയട്ടെ. ഏത് ആശുപത്രിയിലാണ് ഇപ്പൊ? ആശുപത്രിയിലൊന്നും അല്ല, ആക്സിഡന്റ് കേസൊന്നും അല്ല. പിന്നെ നീ അപകടം എന്ന് പറഞ്ഞു. അമ്മാവനെ ഏതോ ഒരു പെണ്ണുമായിട്ട് എന്തോ ഒരു പ്രേമമോ അങ്ങനെ എന്തോ. ഓ, ഇയാൾക്ക് വയസ്സാം കാലത്ത് എന്തിന്റെ കേടാണ്? ആകെ ചീത്തപ്പേരിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഈ പെണ്ണിന്റെ തന്ത എന്നതിന് മുമ്പ് 2-3 പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു സൂചന തന്നു. അപ്പൊ ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല.
അമ്മാവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് എങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ടുപോയി. എൻ്റെ അളിയാം ഇപ്പതാ കുറച്ച് മുമ്പ് അങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് പറയാണ്, ഇനി അമ്മാവനെങ്ങാനും എന്റെ വീടിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുന്നു. എന്റെ മുട്ടുകാലി എന്തിനു? പിടിച്ചോണം കിട്ടൂടെ അയാളെ മുമ്പേ തല്ലി ഓടിക്കട്ടെ. ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഏതോ മുമ്പ് നമ്മൾ കല്യാണമൊക്കെ അന്വേഷിച്ച് പോയിട്ടുള്ള ഒരു പെണ്ണാണ്. അപ്പൊ അവരുടെ വീടിന്റെ മുമ്പിൽ ഈ വണ്ടിയിലൂടെ പോയിട്ട് അവിടുന്ന് ഓണടിക്കുക, എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ ഏത് സമയത്ത് ഇയാൾ മുടിയൊക്കെ ചീകിട്ട് ഈ വീടിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് എന്ത് കാര്യത്തിന്? പെണ്ണ് നോക്കുന്നുണ്ടോ നോക്കുന്നില്ലേ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പെണ്ണിനെ തന്ത നോക്കുന്നുണ്ട്. എന്താണ് കാണിച്ചു വെക്കണത്? കുറച്ചാളും കൂടി കഴിഞ്ഞ് പെണ്ണിനെ കെട്ടിച്ചു വിടണം. എന്താ കണ്ടോണ്ടിരിക്കുന്നത് നീ ഇവിടെ? രണ്ടുകൂടെ പഠിക്കയില്ലേ? പഠിക്കണം, പോയി അകത്ത് പോയി പഠിക്കണം. പഠിക്കാൻ സമ്മതിക്കൂലേ? കഷ്ടം. എന്തായാലും പറഞ്ഞ അത് വാങ്ങി നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. എടാ എന്നിട്ട് ഈ കാര്യം പറ, ഇത് എന്താ സംഗതി? ഇങ്ങനെ വരാൻ എങ്ങനെ പറ്റിയത്? അതായത് ഈ തന്ത മുമ്പ് 1-2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ അമ്മാവോട് പറയും? അമ്മാവാ ഇനി മേലാൽ ഈ വക പരിപാടികൾ ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ? ആടിയാ ചെയ്യേണ്ട എന്താണെന്നറിയാമോ? വിളിച്ചോണ്ട് വരുത്തിട്ട് പറയണം മര്യാദക്ക് നടന്നാലേ കൈയും കാലും അടിച്ചൊടിച്ച് കളയുന്നു, അങ്ങനെ തന്നെ പറയണം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ക്ലീറ്റസേ. എന്താണ് ഈ പറയണത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയും. ഇത് എന്തറിയോ, അല്ലടി ഇത് വേറെ കേസല്ല, ഇത് പ്രേമാണ്. മനസ്സിൽ കൊണ്ടുപിടിച്ചിട്ടുണ്ടാവും. മനസ്സിൽ വല്ലാണ്ട് ഉടക്കി കിടന്നു കഴിഞ്ഞാൽ നമ്മളെ കറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചീത്തപ്പേരായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യും. വല്ലതും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് സമാനം പറയും? ഇതിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അതുമില്ലല്ലോ, അമ്മാവനായി പോയില്ലേ. വായിക്കാത്താണെങ്കിൽ മുഴുവൻ വെപ്പുമല്ല, അത് വെച്ചിട്ടാണ് കാണിക്കണം പ്രേമം. പ്രേമം ഇതിപ്പോ ആർക്കാണ് ഏത് സമയം? ആർക്കേത് സമയത്ത്? നീ ഇതിന് വലിയ വളം വെച്ച് കൊടുക്കാനും നിൽക്കണ്ട. പിന്നെ വേറൊരു സംഗതി എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? ഇതിനകത്ത് എന്തോരം സത്യം ഉണ്ടെന്നുള്ളത് അറിയണം. സത്യം അറിയാൻ എന്താണ് പെണ്ണിനെ തന്തേനെ വിളിച്ചത്? എടാ, ഒരാള് ഫോൺ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് അങ്ങനെ സത്യമാവണമെന്നുണ്ടോ? അമ്മ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ട് ആ വീട്ടിൽ പോയതാണെങ്കിലോ? ഒരു തന്തയും അങ്ങനെ മോളെ കുറിച്ച് അങ്ങനെ സംശയമില്ല ഇത് പറയുന്നില്ല. ആ പെണ്ണ് കെട്ടാച്ചരക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അമ്മാവന്റെ തലയിൽ കെട്ടിവെക്കാനാണെങ്കിലോ? കെട്ടാചരക്കൊന്നുമില്ല, ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് ഈ ചീത്തപ്പേര് കെട്ടിച്ച് വെച്ചുകൊടുക്കാൻ പറ്റിയ മുതലല്ലേ കുഴി കാലും നീട്ടിരിക്കുന്ന ഈ കളവനെ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നീ കാര്യം ഒന്നുകൂടെ അന്വേഷിക്കണം. എന്താ സംഭവിച്ചേക്കണേന്ന് അറിയണം. ഇത്ര നാളില്ലാത്തളക്ക അല്ലെങ്കിൽ അമ്മാവൻ ഇപ്പൊ എവിടെ നിന്ന് വന്നു? ഞാൻ പെണ്ണിന്റെ കയ്യിലാണോ തെറ്റുന്നുള്ളതെങ്കിലും അറിയണ്ടേ നമുക്ക്? പെണ്ണിന്റെ കയ്യിൽ തെറ്റ് അങ്ങ് അന്വേഷിക്കളിയാതെ പറഞ്ഞ പോലെ. ഇനി അന്വേഷിക്കാതെ നമ്മൾ എടുത്തു ചാടിയെന്ന് വേണ്ട. നിങ്ങൾ രണ്ടും കൂടി ഒന്ന് ചെന്ന് ചോദിക്കണം. നമുക്ക് പോയാലോ? നമ്മളൊന്നും പോയ അമ്മാവൻ സത്യം പറയില്ല. പിന്നെ എന്താ വഴി? ഞാനൊരു കാര്യം ചെയ്യാം, ഫാസിലിനെ വിട്ട് അന്വേഷിപ്പിക്കാം. അല്ല, ഫാസിലിനോടാണെങ്കിൽ പുള്ളി ചിലപ്പോ തുറന്ന് കാര്യങ്ങൾ പറയും. ഫാസിലായിട്ട് കൂട്ടാം. അത് നല്ലതാ, ഞാനും കൂടെ പോവാം ഫാസിലിന്റെ കൂടെ. നീയും കൂടെ വേണ്ട, നമ്മളുണ്ടെങ്കിൽ സത്യം പറയില്ല. പിന്നെ എന്തായാലും അവനോട് പോയിട്ട് അന്വേഷിക്കാൻ പറയാം, അതാ നല്ലത്. അതുവരെ നമ്മൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഫാസിൽ പോയിട്ട് ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലീറ്റസിന്റെ സ്വഭാവം അമ്മവാണ്. എടോ, അറിവില്ലാത്ത കൊച്ചു പിള്ളേരാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉപദേശിക്കാം. ഇല്ലെങ്കിൽ മേലാൽ ഇതുപോലുള്ള പരിപാടികൾ വല്ലതും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ചുട്ട പെട കിട്ടുമെന്ന് പറയാം. ഇതിപ്പോൾ ഈ അമ്മാവനോട് നമ്മൾ എന്ത് പറയും? 10-65 വയസ്സായ മനുഷ്യനല്ലേ, ഇയാൾക്ക് ഈ സമയത്താണ് പ്രേമം. അല്ല, പുള്ളിക്ക് ഇങ്ങനത്തെ സ്വഭാവം ഇല്ലാതിരുന്നല്ല. ഇത് അന്ന് പോയിട്ട് ആ പെണ്ണ് കണ്ടില്ലേ, അതിനുശേഷം തുടങ്ങിയതാണ്. അന്ന് ആ പെണ്ണിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കിയ കേസാണ്. പിന്നെ ഇയാൾ രണ്ടാമതും ഫോൺ ചെയ്തിട്ട് ഇത് കുത്തിപ്പൊക്കിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങോട്ട് ഫോൺ ചെയ്ത ഇയാള് ഇയാൾ വിളിക്കുന്നുണ്ട്. അയ്യോ, അവരത് വേണ്ടാന്ന് പറഞ്ഞല്ലേ? അല്ലേ, ഇതിന് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചിട്ട് വീണ്ടും അത് ശ്രമിക്കുകയാണെങ്കിൽ തിരക്കില്ല. ഇത് ആ പെണ്ണിനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ്. ശരി, അപ്പം നിന്നോട് അയാൾ വിളിച്ച് പറഞ്ഞാ? എന്നോട് ആദ്യം 2 പ്രാവശ്യം അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അമ്മാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനോട് അത് പറയുകയും ചെയ്തു, അമ്മാവ അത് മേലിൽ അങ്ങനെ ചെയ്യണ്ട കേട്ടോ, മോശമാണെന്ന് പറഞ്ഞു. ഇല്ലടാ, എന്ത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചില്ലല്ലോ, ആര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർ ഞാനങ്ങ് വിട്ടു, അത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് രാവിലെ അയാൾ വീണ്ടും വിളിച്ചിരിക്കുന്നു. ആര്? പെണ്ണിൻ്റെ തന്ത എന്നെ. അതെന്തിനാണ്? അമ്മാവൻ്റെ ഈ വക പരിപാടികൾ എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നു എന്നോട്. എന്താ? അയ്യോ, ഇത് നാറ്റക്കേസാക്കുമല്ലേ ഇയാള്? എന്ത് ചെയ്യും ഇത്? ഇത് എങ്ങനെയെങ്കിലും മുടക്കണം, അതാണ് സംഭവം. നീ ചെന്നിട്ട് അയാളോട് വിവരം പറ. അല്ലെ അമ്മനെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതല്ലേ വിഷയം. ഒന്നാമത് ഇത് പ്രേമ കേസാണ്. എന്തെങ്കിലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് മനസ്താവാവും, അത് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലാവും. ഞാൻ ഉദ്ദേശിക്കണം എന്താ അറിയോ, നീ നൈസിൽ പോയിട്ടൊന്ന് അന്വേഷിക്കും. പെണ്ണിൻ്റെ വീട്ടിലല്ലടാ പൊട്ട, അമ്മാവിൻ്റെ അടുത്ത് ചെല്ല്. അമ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട്
എന്തൊക്കെയാണ് സംഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പുള്ളിയുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിയും. ഞാൻ നിന്നോട് പറഞ്ഞു തരാനാണെന്ന് ഓർത്ത് അയാളൊക്കെ പറയൂ. ഇല്ലെന്നേ വല്ല കല്യാണ ആലോചനയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെന്നാൽ മതി, അപ്പോൾ വീണോളൂ. ഒന്ന് മനസ്സറിഞ്ഞെടുക്കണം. മനസ്സറിഞ്ഞെടുക്കണം. അത് ഞാൻ ചെയ്തോളാം. മറ്റേത് ഈ ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ശരിയാണ്. അന്ന് ഞാൻ അമ്മാവൻ്റെ അടുത്ത് ഒന്ന് ചെന്നിട്ടൊന്ന് മനസ്സെടുക്കാം. ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കണ പോലെ സംസാരിക്കാം. അതാ നല്ലത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ പരിപാടിക്ക് ഞാൻ പൊക്കോളാം. ഞാൻ അമ്മാവൻ പുള്ളി ഉണ്ടാവും, ഇന്ന് വീട്ടിലുണ്ട്. ആ എനിക്കെന്താ പറയുക, ആകെ ഇത് കേട്ടിട്ട് ഒരു മനസ്സമാധാനം. ഇല്ല അത് ഞാൻ അറിഞ്ഞുതരാം. അമ്മാവൻ്റെ ഒക്കെ ഞാൻ അറിഞ്ഞുതരാം. ഇതിലും വലിയ പുലികളെ ഞാൻ മറിച്ചിട്ടുള്ളതല്ലേ. നീ ഇപ്പൊ എന്താ ഈ വഴിക്ക്? അമ്മാവൻ ഞാൻ ആദ്യം വീട്ടിൽ ചെന്നിരുന്നു. അപ്പൊ ആ തൊട്ടടുത്ത ആള് പറഞ്ഞ തോട്ടത്തിലേക്ക് പോകുന്നു. അതങ്ങനെ വന്നത്. ഞാനേ അമ്മാവനെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. എന്താ? ഒരു ഉഗ്രം കാര്യം ഒത്തു വന്നിട്ടുണ്ട്. അമ്മാവന് സമ്മതമാണെങ്കിൽ നമുക്കത് ആലോചിക്കാലാന്ന് കരുതിയിട്ടാണ്. എന്ത് കാര്യം? കല്യാണ കാര്യം. ആരുടെ? അമ്മാവന്. ഒന്ന് പോയിക്കാടാ അവിടുന്ന്, ഈ പ്രായത്തിൽ തന്നെ കല്യാണം. ഞാൻ കല്യാണക്കാരിയൊക്കെ അന്നത്തോടെ നിർത്തി. അമ്മാവ് ഒരു കാര്യം നടന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആഗ്രഹം വേണ്ടാന്ന് വെക്കണ്ട. ഇത് സൂപ്പർ ഒരു കാര്യമാണ്. നല്ലൊരു പെങ്കൊച്ച്. പിന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കല്യാണം കഴിഞ്ഞാണ്, പക്ഷെ ഒരാഴ്ചയെ ജീവിച്ചുള്ളൂ. നീ ഇതെന്താടാ പറഞ്ഞ? കല്യാണം കഴിഞ്ഞ കുട്ടിയോ? ഞാൻ ഇന്നുവരെ കല്യാണം കഴിച്ചിട്ടുണ്ടാ? അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പ്രായം കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ഇതുപോലത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. ഞാൻ പോയി നോക്കി, നമുക്ക് ഉറപ്പും കിട്ടി. കനകനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ കല്യാണം ഇതൊന്നും ശരിയാവില്ല. അന്നൊരു കുട്ടീനെ കണ്ടില്ലേ, അതോടെ നിർത്തി. ഏത്? വേറെ കുട്ടിയൊന്നും വേണ്ട. ശരി, അത് അമ്മാവന് ഇഷ്ടമായില്ലെന്ന് പറയില്ല. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങണേ എന്തിനാ? ഞാൻ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് വേണ്ട, അതോടെ നിർത്തി. ഇനി കല്യാണം ഒന്നും ശരിയാവില്ല. ഇപ്പം ഇവരോട് ഞാൻ എന്ത് പറയും? അവനെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മാവ, അമ്മാവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ? എന്ത്? അല്ല, അമ്മാവന് ആരോടെങ്കിലും ഇനി പ്രത്യേകിച്ച് വല്ല താല്പര്യം ഉണ്ടാ? നമുക്കത് ആലോചിക്കണോ? എനിക്ക് മുഖം കണ്ടിട്ട് തോന്നുന്നു. ഒന്ന് പോടാ അവിടെ. ഈ പ്രായത്തിലല്ലേ ഇനിയിപ്പോൾ താല്പര്യം ആലോചന പ്രായമൊക്കെ കണക്കെന്തിൻ്റെ കട? അമ്മാവ ഇതിനങ്ങനെ പ്രായമൊന്നുമില്ലാന്ന്. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണ് തോന്നണേന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാൻ നോക്കൂല. അമ്മാവനൊന്ന് മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് എന്നോട് തുറന്നു പറ. ഏതറ്റം വരെ ഈ ഫാസിൽ അമ്മാവൻ്റെ കൂടെ നിൽക്കും. അത് വേണ്ട. കനേനും ക്ലീറ്റസ് ഒക്കെ അറിഞ്ഞ ചേച്ചിയൊക്കെ ആകെ പ്രശ്നം. ഒന്നുമില്ല. ഈ കനകനും ക്ലീറ്റസും കല്യാണം കഴിച്ചപ്പോൾ അമ്മാവൻ്റെ കാര്യം ഓർത്താ? അവർ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണില്ലേ? അമ്മാവൻ ആരെങ്കിലും ഉണ്ടാ? അമ്മാവ പ്രായമായി തന്നെയാണ് മനുഷ്യന്. ഒന്ന് കിടന്നുപോയ ആരുണ്ട് ഗ്ലാസ് വെള്ളം തരാൻ? അമ്മാവൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയ്, നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാന്ന്. ഫാസിലേ, നീ ആരോടും പറയരുത്. അമ്മാവൻ എന്നോട് ധൈര്യമായിട്ട് പറയുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടിയിട്ട് അന്ന് എനിക്കൊരു പെണ്ണ് കാണാൻ പോയില്ലേ? അത് അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല. അത് നമ്മൾ ഉപേക്ഷിച്ചല്ല. അല്ല, ആള് മാറിയോണ്ടല്ലേ. ഇഷ്ടമായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്ത്? ഞാൻ ഇന്നാളെ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടേ. ഏതാ ആ കുട്ടീനെ? എന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആള് മാറിയോണ്ടൊരു തെറ്റ് പറ്റിയതാണ്, നിങ്ങളോട് എനിക്ക് വിഷമമൊന്നുമില്ല, പിണക്കൊന്നുമില്ല, സോറി എന്നൊക്കെ പറഞ്ഞു പോയി അവൾ. അത് ശരി. അപ്പം അമ്മാവൻ ഇപ്പോഴും കാണാറുണ്ട് അതിനാ? പിന്നെന്താ, അതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടീനെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരിക. അങ്ങനെ ഒരു ദിവസം വിളിച്ചു. ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ച അമ്മാവനാ? അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പം അമ്മാവൻ അങ്ങോട്ട് വിളിക്കാറൊക്കെ ഉണ്ടല്ലേ ഇടയ്ക്കൊക്കെ? എനിക്ക് അന്ന് അമ്മാവൻ അവിടെ ജീൻസ് ഇട്ട് നിൽക്കണ കണ്ടപ്പോഴേ ഒരു വൈ ക്ലബ്ബിൽ തോന്നിയാണ്. ഞാൻ കനകനോട് പറയുകയും ചെയ്ത്. അങ്ങനെയല്ല, അമ്മാവനെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറയൂല കേട്ടാ. അത് അറിയിക്കരുത്. അത് ഒരു പണി ചെയ്യുന്ന അമ്മാവൻ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? അടാ, എനിക്ക് ഇഷ്ടമാണെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. ഇതിഞ്ഞ് എന്ന് പറയാനാണ്? അമ്മാവനൊരു കാര്യം ചെയ്യും. അമ്മാവന് ഇനി കാണുമ്പോൾ ആ കുട്ടീനോട് ഈ അമ്മാവൻ്റെ ആഗ്രഹം തുറന്നു പറയാം. ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോയെന്ന് ചോദിക്കണം. വരുമെന്ന് പറഞ്ഞ അമ്മാവന് ഉറപ്പ് വാങ്ങിയിട്ട് എന്നെ വിളിക്ക്. നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യും. എന്നിട്ട് വീട്ടിൽ അറിയിച്ചാൽ മതി. എന്തിയേ? ഫാസിലേ, എനിക്കൊരു കുറച്ച് ദിവസം ഉണ്ടാ. ഞാനൊന്നൊക്കെ സംസാരിച്ചൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അതുവരെ ഇത് കനകനോടോ അല്ലെങ്കിൽ ക്ലീറ്റസിനോടോ ചേച്ചിയോട് പോലും പറയരുത്. അമ്മാവന് എന്നെ വിശ്വാസമില്ലേ? എന്നെ കണ്ടത് നന്നായിട്ടാ. ഞാൻ ആരോടെങ്കിലും ഒന്ന് പറയണല്ലോ വെച്ചിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ഉരുട്ടി ആകെ വിഷമിച്ചു. ഞാനിപ്പോൾ ഇവിടത്തോളം വന്നാ വെറുതെ ആയില്ലല്ലോ. നന്നായി. കനകനും ക്ലീറ്റസ് അറിയരുതിട്ടാ. എന്താ അമ്മാവാ ഇത്? ചേച്ചി അറിഞ്ഞ ആകെ പ്രശ്നം. ഇല്ല, ഞാൻ ഇവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വന്നാണ്. ശരി എന്നാ. അവിടെ ചേച്ചിയുടെ വീട്ടിലറിയരുതിട്ടാ. ഇല്ല അമ്മാവാ, അമ്മ വരുമ്പേ ആ ഒരു കൊല കൊണ്ടുപോട്ടാ. അല്ല, സൂപ്പർ കൊല കിടപ്പുണ്ട് അവിടെ. നടക്കട്ടടാ, അനക്ക് കൊലയല്ല എന്താ വേണ്ടി. ശരി എന്നാ.
കനക, ഞാൻ അമ്മാവനെ പോയി കണ്ടിരുന്നു. കാര്യങ്ങൾ നമ്മൾ കേട്ട പോലെ തന്നെയാണ് കേട്ടാ. ഇത്തിരി പ്രശ്നമാണ്. പുള്ളി ഫോൺ ചെയ്യാറുമുണ്ട്, കാണാറുമുണ്ട്, സംസാരിക്കാറുമുണ്ടെന്നാ പറഞ്ഞത്. പുള്ളി അത് വിളിച്ചിറക്കി കൊണ്ടുപോരാനുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ മിണ്ടാതിരുന്ന എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് പുള്ളി ചാടും. നിങ്ങളുടെ വീടിന് ചീത്തപ്പേരുണ്ടാവും. ഈ വക തോന്നിയാസത്തിനൊക്കെ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ചന്തയ്ക്ക് നല്ല പട. ഒന്നുമില്ലെങ്കിൽ നാട്ടുകാരെ പേടിക്കണ്ടേ? ആ പെണ്ണിന്റെ വീടിന്റെ മുമ്പിൽ പോയിട്ട് കണ്ണും മൂക്കും കാണിച്ചു കഴിഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ തല്ലേട് കൊല്ലും. നിങ്ങൾക്ക് ആഴകേശം എന്ന് പറഞ്ഞാൽ ആങ്ങളെ ഉണ്ടാവൂല. എടാ അമ്മാവനെന്നല്ല വിളിക്കേണ്ടത്, ആവാസനെന്നാ. ഈ ജാതി തോന്നിയ ദിവസം കാണിക്കാനുള്ള പ്രായമായേക്ക്. നാട്ടുകാരൊക്കെ അറിഞ്ഞ് എന്ത് പറയൂ എൻ്റെ പൊന്നേ. നാണക്കേട് കൊണ്ട് തല നിവർത്തി നടക്കാൻ പറ്റൂല. ഈ വക പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുടുംബമുണ്ട്, ചേച്ചിയുണ്ട്, മരുമക്കളുണ്ട് എന്നൊക്കെ ഉള്ളത് വിചാരിക്കണ്ടേ? അതിന് ആരെ പേടിക്കാനാ? ആരും ഇല്ലല്ലോ. പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങ് നടക്കണം. ആരുടെ ഇഷ്ടവും നോക്കണ്ട, ആരുടെ അഭിപ്രായവും നോക്കണ്ട. എന്താ അപ്പം മിണ്ടാതിരിക്കണേ? നാക്കിറങ്ങി പോയായിരിക്കും. അതെ, ഞാനും ഫാസിലും കൂടെ ലൈന് ശരിയാക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ആ പെണ്ണിന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു പോസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ ചാരി നിൽക്കുക, പാൻറ്റൊക്കെ ഇട്ടിട്ട്. പാൻറ് ഇട്ടോണ്ടാ? ഓ എന്റെ കർത്താവ് ഷാരൂഖ് ഖാൻ അല്ലേ പാൻറ്റും ഒക്കെ ഇട്ട് പോയി നിൽക്കാൻ. മുടിയൊക്കെ ഇങ്ങനെ ഡൈ ചെയ്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചീകി ചന്ദനക്കുറിയും തൊട്ട് ആകെ ഒരു വശപ്പശക്ക് തോന്നി എനിക്ക്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ മാവ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാണ്, ഞാൻ ബോംബെയിൽ, എനിക്ക് ബോംബെ പോകണം, എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണ്. എന്തൊക്കെയോ കിടന്ന് ഉരുണ്ട് പെരണ്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പോയി. ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. ഈ അമ്മ ഒറ്റ എടുത്തിയാടെ ഈ അമ്മാവനെ ഇങ്ങനെ വഷളാക്കണത്. എന്തിനും ഏതിനും വളം വെച്ച് കൊടുക്കും. എന്റെ അഴകേശൻ അങ്ങനെയാ, എന്റെ അഴകേശൻ ഇങ്ങനെയാ. അഴകേശൻ എന്ന് പറയുമ്പോ അങ്ങ് എത്തിക്കൂലായിരുന്നു. ഇപ്പൊ എന്തായി? നാണക്കേടാക്കിയില്ലേ? എന്റെ കർത്താവ്, ഞാൻ ഈ കുടുംബത്തിൽ തന്നെ വന്ന് പെണ്ണെടുത്തല്ലോ എന്നുള്ളതാ. ഇതിനൊക്കെ നല്ല ആമ്പിള്ളേര് കുടുംബത്തില്ലാത്തതിന്റെ. ആമ്പിള്ളേരെ ഉണ്ടായിരുന്നെങ്കിൽ കൈകാലും അടിച്ചൊടിച്ചാനെ. ആമ്പിള്ളേരുണ്ടോ ഇല്ലയോ നാളോട് വരട്ട്, അപ്പൊ കാണിച്ചു കൊടുക്കാം. കൊറേ നേരമായാലോടൊക്കെ ഗർജിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടാണ് എന്നെ തലയിൽ കയറി നിറങ്ങുന്നത്. ആമ്പിള്ളേരാകുമ്പോ ചില തെറ്റുകളൊക്കെ വന്നിരിക്കും. പുള്ളിയാ ഇതാ? അല്ല. എന്നാ പിന്നെ ഒരു കുപ്പിപ്പാലൂടെ കെട്ടി വിട്ടുകൊടുക്കി. നീയൊക്കെ അത് കൊണ്ട് നടന്നേച്ചാ മതി. അല്ലേ, നിങ്ങൾ പറഞ്ഞ അവൻ എന്ത് ആവാസത്തരോ കാണിച്ചത്? ചെന്നൊന്ന് അച്ഛൻ നോക്കിപ്പോയി. അല്ലാതെ അവൻ പെണ്ണിനെ വിളിച്ച് അങ്ങോട്ട് പോയില്ലല്ലോ. കൊലപാതകം ചെയ്ത പേപ്പർ വരാൻ വേണ്ടി ഇതൊന്നും ചെയ്തില്ലല്ലോ. നല്ലത് അതായിരുന്നു. അന്തസ്സിന്റെ കാര്യം നീ എന്നോട് പറയരുത്. ഞാൻ പുറകോട്ട് ഞാൻ ചിന്തിച്ചു കൊണ്ടോണ്ട് കുറേത്. എടാ നിനക്ക് എന്തോന്നടാ? എന്റെ അമ്മ എന്തിനപ്പോ അവരെ പറയാൻ നിൽക്കണം നിങ്ങള്? അവരെന്ത് തെറ്റ് ചെയ്തപ്പോ? അങ്ങനെ തന്നെ ഇവിടെ അമ്മാവനാണ് വിഷയം. അമ്മാവന്റെ കാര്യം പറ. ഞങ്ങള് ചെയ്തെങ്കിലേ അന്ന് 15-17 വയസ്സുമായിരുന്നു. അതിനൊരു അന്തസ്സുണ്ട്. ഇത് 70 വയസ്സുള്ള കിളവും പോയി 10-22 വയസ്സുള്ള പെണ്ണിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞു. എന്തോ പിറകെയൊന്നും അവൻ നടന്നില്ല. നോക്കിപ്പോയി കാണും. അവൻ അത്ര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അത് പറഞ്ഞു വിലക്കാൻ എനിക്കറിയാം. നിങ്ങൾ ആരും ഇടപെടണ്ട. തീർന്നല്ലോ. Versus Alien.